റഷ്യയെ നടുക്കി വൻ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് യുക്രൈൻ. ആക്രമണത്തിൽ റഷ്യയിലെ രണ്ടാമത്തെ വലിയ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് തീപിടിച്ചു. മോസ്കോയിലെ വിവിധ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായതായും ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു. സംഭവത്തെ തുടർന്ന് മോസ്കോയിലെ എല്ലാ പ്രധാന വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. 2 വർഷത്തിനിടെ മോസ്കോയ്ക്ക് നേരെ യുക്രൈൻ നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിത്. വ്യാഴാഴ്ച പുലർച്ചെ എത്തിയ 194 ഡ്രോണുകൾ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി മോസ്കോ മേയർ അറിയിച്ചു. മോസ്കോയ്ക്ക് പുറമെ റഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും യുക്രൈൻ ആക്രമണം നടത്തി. റഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വന്ന 555 ഡ്രോണുകൾ തടഞ്ഞു നശിപ്പിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. തെക്ക് കിഴക്കൻ ജില്ലയായ കപോത്തിനയിലെ മോസ്കോ ഓയിൽ റിഫൈനറിയിലാണ് യുക്രൈൻ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇവിടെ ആക്രമണം നടന്നിരുന്നു. റിഫൈനറിയിൽ നിന്നും കറുത്ത പുക ഉയർന്നതിന്റെയും സ്ഫോടനത്തിൽ ഇന്ധന ടാങ്കിന്റെ മുകൾ ഭാഗം തകർന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. റഷ്യയിലെ ഏറ്റവും വലിയ മാളായ സദോവോ ട്രേഡ് സെന്ററിന് സമീപവും വൻതോതിൽ പുക ഉയർന്നതായി റിപ്പോർട്ടുകളുണ്ട്. തകർന്നു വീണ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. അതേസമയം മോസ്കോയിലെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെ യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് റഷ്യ ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ശക്തമായ പ്രത്യാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ച ആദ്യം കീവിലും മറ്റ് പ്രദേശങ്ങളിലും റഷ്യ നടത്തിയ സമാനമായ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള 1000 വർഷം പഴക്കമുള്ള ആശ്രമത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. റഷ്യൻ നഗരങ്ങൾക്കും യുദ്ധസന്നാഹങ്ങൾക്കും നേരെയുള്ള തങ്ങളുടെ ആക്രമണങ്ങൾ റഷ്യൻ കടന്നുകയറ്റങ്ങൾക്കുള്ള തികച്ചും ന്യായീകരിക്കാവുന്ന മറുപടിയാണെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കിയത്. ദീർഘദൂര ആക്രമണങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ യുക്രൈൻ സൈനിക രഹസ്യാന്വേഷണ വിഭാഗങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് നയതന്ത്ര തലത്തിൽ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സഹായം തേടുകയാണിപ്പോൾ സെലൻസ്കി. ഇതിന്റെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. യുദ്ധം അവസാനിപ്പിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് G7 ഉച്ചകോടിക്കിടെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനു പുറമെ റഷ്യയുടെ എണ്ണവാതക മേഖലകൾക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും യുക്രൈന് കൂടുതൽ വ്യോമ പ്രതിരോധ മിസൈലുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനും G7 രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലേക്ക് കടക്കാൻ റഷ്യ നിർബന്ധിതരാകണമെന്നും സെലൻസ്കി എക്സിലെ തന്റെ കുറിപ്പിൽ പറഞ്ഞു. യുക്രൈൻ യുദ്ധമടക്കം ചർച്ച ചെയ്യുന്നതിന് ബ്രസൽസിൽ നാറ്റോ പ്രതിരോധ മന്ത്രിമാരുടെ നിർണായക യോഗം നടക്കുകയാണ്. യുക്രൈന് ആയുധങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നൽകുന്നതിനെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടോ വ്യക്തമാക്കി. നിലവിൽ റഷ്യയ്ക്ക് പ്രതിമാസം 30,000-നും 35,000-നും ഇടയിൽ സൈനികരെ നഷ്ടപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ യൂറോപ്പിൽ വിന്യസിച്ച തങ്ങളുടെ സൈന്യത്തെ കുറയ്ക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നുണ്ടെന്ന വാർത്തകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്ന അമേരിക്ക പിൻവാങ്ങിയാൽ അത് പ്രതിസന്ധിയാകും. എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഈ കുറവ് നികത്താൻ സജ്ജമാണെന്ന് മാർക്ക് റൂട്ടോ വ്യക്തമാക്കി. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും നാറ്റോ സഖ്യകക്ഷികൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുകയും ചെയ്തു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇതിന്റെ ഭാഗമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി താൻ ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിലെ G7 ഉച്ചകോടിക്കിടയിൽ മോദിയുമായി ഉണ്ടായ ഉഭയകക്ഷി ചർച്ചകൾക്കിടയിലാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്ന് നരേന്ദ്രമോദി ട്രംപിനോട് ചോദിച്ചു. എളുപ്പമാണ്, എന്നാൽ മോസ്കോയും കീവും തമ്മിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാണെന്നും ചൂണ്ടിക്കാട്ടിയ ട്രംപ് 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചുവെന്നും വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. റഷ്യയിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിച്ച ട്രംപ് വാഷിംഗ്ടൺ സ്ഥിതിഗതികളിൽ വിലയിരുത്തലുകൾ തുടരുകയാണെന്നും ഭൗമരാഷ്ട്രീയ സംഭവവികാസങ്ങളെ ആഗോള ഊർജ്ജ വിപണികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. എണ്ണവില എത്രത്തോളം കുറയുമെന്നാണ് തങ്ങൾ നോക്കുന്നത്. അത് ശരിക്കും ഇടിയുകയാണ്. അധികം വൈകാതെ തന്നെ 4 മാസം മുമ്പുള്ള വിലയിലേക്ക് അത് എത്തുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.